ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ മാങ്ങ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ ഈ സേറ്റ് കുട്ടിയൊക്കെ വരെ ഉണ്ടാക്കിയെടുക്കുക ഈ അടിപൊളി പുഡിംഗ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ അതിന് 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിന് കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ അവസാനം ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ്. പിന്നെ അതും കൂടെ ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുക്കുക. അതായത് ഓവർ ലൂസ് വേണ്ട, ഒട്ടും തിക്കും വേണ്ട കേട്ടോ. ആ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നിലക്കി മിക്സ് ആക്കി ഇട്ടാൽ മതി. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് അതുണ്ടല്ലേ, മിൽക്ക് മെയ്ഡും പാലും മാങ്ങയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ജ്യൂസ് മാതിരി കയ്യിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വെറുതെ കോരി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ പാലുണ്ടല്ലോ, ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പൾപ്പ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ പാകത്തിന് നല്ല അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ പാകത്തിനാണ് നമ്മൾ കണ്ടസ്റ്റ് മിൽക്ക് കൂടെ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇത്രയും മതി. ഇനി ഇതോടെ ഇരിക്കട്ടെ കേട്ടോ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കുക. പിന്നെ അത് ഞാൻ ഒരു ട്രേയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു മുട്ടായിൻ്റെ പാത്രമാണ് കേട്ടോ. നമ്മൾ മിഠായിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ല ആ പാത്രമാണ്. ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇനി പിന്നെ പുഡിംഗ് ഉണ്ടാക്കുന്ന ട്രേ ഉണ്ടെങ്കിൽ അതിലായാലും മതി കേട്ടോ. അപ്പോൾ അതേ നമ്മളുണ്ടല്ലോ ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനി സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേമാതിരി ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ, നല്ല സെറ്റാക്കി എടുക്കണം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലൈക്കൺ അടിച്ച് ഹോൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ആയിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കല്യാണവും കാര്യങ്ങളോ അങ്ങനത്തെ കുറച്ച് തിരക്കിലേനു. അപ്പോൾ കുറച്ച് ദിവസമായി ഇട്ടിട്ട്. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് കാണിക്കണേ കേട്ടോ. അപ്പോൾ അതെൻ്റെ ബ്രെഡൊക്കെ എല്ലായിടത്തും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് പൾപ്പും കൂടെ അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. ബാക്കിയെല്ലാം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേമാതിരി സ്പൂൺ വെച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കണം. പിന്നെ അത് നമ്മൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വേറൊരു ഫില്ലിങ്ങും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിലൊക്കെ ഇടുമല്ലോ, അതേമാതിരിക്ക് അത്രക്കൊന്ന് പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 3 ടേബിൾ സ്പൂണ് മാങ്ങൻ്റെ പൾപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം നിലക്കി കൊടുക്കുക. മധുരം കുറവാണ്, മാങ്ങക്ക് മധുരം കുറവാണ് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിൽ കുറച്ച് മിൽക്ക് മേഡും കൂടെ യൂസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ മിൽക്ക് മേഡോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ല തിക്കിലേനു. അപ്പോൾ ഞാൻ കുറച്ച് പാല് മറ്റിയിൽ ബാക്കിനേനു അത് ലെസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കേട്ടോ, അത്രയും മതി. ഇത് ഓവർ ലൂസിൽ വേണ്ട. അപ്പോൾ അത് നമ്മളെ മിൽക്ക് മെയ്ഡിൻ്റെ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ മറ്റേ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതും മാങ്ങിൻ്റെ പൾപ്പും എല്ലാം നമ്മുടെ കുട്ടി മിക്സ് സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, അത് തന്നെ വെറുതെ കഴിക്കാൻ. അപ്പോൾ അതാ ഇതും കൂടെ അതിൻ്റെ മേലേക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതേമാതിരി നല്ലോണം നിരത്തി എല്ലായിടത്തും ആക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബാക്കിയെല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ള ബ്രെഡ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്, അതും കൂടെ അതേമാതിരിക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കുക, എല്ലാ ഭാഗവും ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതാ മുഴുവനായിട്ട് ഇതേമാതിരിക്ക് തന്നെ വെച്ചെടുക്കുക കേട്ടോ. പിന്നെ അതാ ബാക്കിയില്ല നമ്മൾ പിന്നെ മാങ്ങൻ്റെ പൾപ്പുണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചെടുക്കുക, മുഴുവനായിട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എത്ര ലെയറിലും ആണെങ്കിലും ഒറ്റ ലെയറിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മാങ്ങ കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും മാങ്ങൻ്റെ പൾപ്പ് ഉണ്ടല്ലോ എല്ലാ സൈഡൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയെല്ലാം കൂടെ അതേമാതിരി നിരത്തി സെറ്റാക്കി കൊടുക്കണം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കണേ കേട്ടോ. പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് വെക്കുക, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതേ നമ്മൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ സെറ്റും കൊണ്ടുണ്ടല്ലോ അതിൻ്റെ മേലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ആക്കി നിരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് എൻ്റെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ മുന്നത്തെ വീഡിയോ അല്ല, അതിൻ്റെ കുറച്ച് മുന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. ചോക്ലേറ്റ് കോൺ ഐസ്ക്രീം ഇട്ടിട്ടുണ്ടായിന് വീട്ടിലുണ്ടാക്കിയ. അപ്പോൾ അതിൻ്റെ ബാക്കി വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ, അതാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല നിരത്തി സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയില്ല, മാങ്ങൻ്റെ ഒരു പീസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പീസും കൂടെ അതേമാതിരിക്ക് ചെറുതാക്കി കട്ട് ചെയ്തതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതേമാതിരിക്ക് ഞാൻ കുറച്ച് ചെറീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് പിന്നെ
പിന്നെ ഉണ്ടല്ലോ നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃഷി ചെയ്ത് കണ്ടിട്ട് കൊടുത്താലും മതി, ഇല്ലേ വെറും മാംഗോ കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെറീസ് ഉണ്ടായിരുന്നു, അതേമാതിരി തന്നെ കുറച്ച് ട്രൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആക്കിട്ടിട്ട് നല്ല കളർഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന മാതിരിക്ക് തന്നെയാണ് കേട്ടോ, കഴിക്കാനും നല്ല അടിപൊളി തന്നെയാണ്. കുട്ടികളൊക്കെ വെക്കേഷൻ ആയിരിക്കില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് മാംഗോ കിട്ടുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ അത് ഫീസറിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ, പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഫീസറിൽ വെച്ചാൽ മതി, ഇല്ലേ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളുണ്ടല്ലോ നല്ല ക്രീമി നല്ല ജ്യൂസിയാണ് കേട്ടോ. നല്ല നമ്മൾ മാംഗോ പിന്നെ വിപ്പിംഗ് ക്രീം മിൽക്ക് മെയ്ഡ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അത് എണ്ണയിലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല ക്രീമിയാണ്. നമ്മൾ ഐസ്ക്രീം കഴിക്കണ നല്ല ക്രീമി നല്ല ജ്യൂസി ആയിട്ടാണ് ഇല്ലേ കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കുഞ്ഞു വീഡിയോ ആണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.